നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നത് കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 80-ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കേട്ടു നോക്കിയാലോ. ഉമ്മച്ചൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതർക്ക് നന്നായി അറിയാം. അയാളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹവുമുണ്ട്. അക്കാര്യം അയാളുമായി നേരത്തെ മുതലേ ചർച്ച ചെയ്തതാണ്. ഹമീദ് സാർ കൊല്ലപ്പെടുന്നതിന് മുൻപ് മുതൽ തന്നെ അതിനുള്ള നീക്കം നടന്നതാണ്. അന്നൊക്കെ അത് നടക്കാതെ പോയത് ഉമ്മച്ചൻ്റെ പിടിവാശി കൊണ്ട് മാത്രമാണ്. എന്നിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള നടപടികളിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായില്ല. ഉമ്മച്ചൻ സമ്മതിക്കാഞ്ഞിട്ട് പോലും അയാളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വളരെ രഹസ്യമായി കുറച്ച് പോലീസുകാരെ അയാളുടെ വീടിനടുത്ത് തന്നെ താമസിപ്പിച്ചിരുന്നു. ഭാര്യാഭർത്താക്കന്മാരായ 2 പോലീസ് കുടുംബങ്ങളെയാണ് ഉമ്മച്ചൻ്റെ വീടിൻ്റെ എതിർവശത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ചത്. ക്വാർട്ടേഴ്സിൽ 2 വാടകയ്ക്കെടുത്ത് അതിലാണ് അവർക്ക് താമസ സൗകര്യം ഒരുക്കിയത്. അവർ പരമാവധി ഉമ്മച്ചൻ്റെ വീടുമായി അടുക്കാനും അവിടുന്ന് വിവരങ്ങളെല്ലാം അറിയാനും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനു വേണ്ട കാര്യപ്രാപ്തിയുള്ളവരാണ് അവർ 4 പേരും. ഉമ്മച്ചനോ മകൻ സോണിയോ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ അറിയുന്നുണ്ടായിരുന്നു. അവരെ വിശ്വാസമായിരുന്നതുകൊണ്ട് ഉമ്മച്ചൻ്റെ ഭാര്യ പല കാര്യങ്ങളും അവരോട് പങ്കുവെക്കാറും ഉണ്ടായിരുന്നു. സാധാരണഗതിയിലുള്ള യാത്രയെല്ലാം അവർ അറിഞ്ഞിരുന്നതുകൊണ്ട് അവരുടെ യാത്രയുടെ ലക്ഷ്യം എവിടെയാണോ അവിടെയും അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അതിയായി ആഗ്രഹമുണ്ടായിട്ട് മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നത്. പരമ്പരയായി കുറേ പേരെ കൊന്ന കൊലയാളിയുടെ ലിസ്റ്റിൽ ആകെ 9 പേരുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിൽ ബാക്കിയുള്ളത് 2 പേർ മാത്രം. അത് മിക്കവാറും ഈ അപ്പനും മകനും ആയിരിക്കും. അതുകൊണ്ട് അവരെ കൂടി കൊന്ന് കൊലപാതകി അങ്ങനെ വിജയിക്കേണ്ട എന്നതുകൊണ്ടുകൂടിയാണ് അവരുടെ സംരക്ഷണത്തിന് പോലീസ് ഇത്രയേറെ താല്പര്യമെടുക്കുന്നത്. നിരന്തരമായ നിരീക്ഷണത്തിലായിരുന്നു അവർ എന്ന് പറഞ്ഞല്ലോ. അമ്പലവയലിലെ സ്ഥലം വാങ്ങാൻ പോകുന്ന കാര്യം വരെ ഉമ്മച്ചൻ്റെ ഭാര്യ മുഖേന പോലീസ് ദമ്പതികൾ അറിഞ്ഞു. അവർ വഴി ഡിപ്പാർട്ട്മെൻറ്റിലും അറിഞ്ഞു. സംഗതി സത്യമാണോ എന്നറിയാൻ അമ്പലവയലിലെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്തു. അറിഞ്ഞ വിവരം സത്യമാണ് എന്ന വിവരം കിട്ടി. അങ്ങനെ ഒരു സ്ഥലം അവിടെ വിൽക്കുന്നുണ്ട്. ഉമ്മച്ചൻ തന്നെയാണ് അത് വാങ്ങുന്നതും. കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി ഒന്നും അവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരൊട്ട് അന്വേഷിച്ചതുമില്ല. ഉമ്മച്ചനും സോണിയും പോയി സ്ഥലം കണ്ട് തിരിച്ചു വന്ന അന്ന് ഉമ്മച്ചൻ ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞതുകൊണ്ട് ഭാര്യ മുഖാന്തരം അയൽപക്കത്തുള്ള പോലീസുകാരി അറിഞ്ഞതാണ് ഈ കാര്യങ്ങൾ. അവിടെ സോണിയുടെ മേൽനോട്ടത്തിൽ പുതിയതായി വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മാണം നടക്കുന്ന വിവരവും അവരറിഞ്ഞു. അത് സോണിയുടെ പ്ലാനും പദ്ധതിയുമാണ്. പിന്നെ ഉമ്മച്ചൻ അങ്ങോട്ട് പോകുന്നത് വളരെ കുറവാണ്. അയാൾക്ക് എന്തോ അവിടുത്തെ പദ്ധതികളിൽ താല്പര്യം കുറവാണോ? അവിടെ പോകുന്നതും താമസിക്കുന്നതും പ്രധാനമായും സോണിയായിരുന്നു.
നിരീക്ഷിക്കാൻ വേണ്ടി ഉമ്മച്ചൻ്റെ വീടിൻ്റെ അടുത്ത് താമസം തുടങ്ങിയിട്ടിപ്പോൾ കുറേ നാളുകളായി. അവിടെ എങ്ങും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എന്നതാ അന്വേഷിക്കേണ്ടത്? അതുകൊണ്ട് നിരീക്ഷകരായ പോലീസുകാർക്കും താൽപ്പര്യം കുറഞ്ഞു. ഉമ്മച്ചനും കുടുംബത്തിനും എതിരെ ആരുടെയെങ്കിലും ആക്രമണം നടക്കാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടേണ്ടതല്ലേ? തുടർച്ചയായി നിരീക്ഷണം നടത്തിയിട്ടും കൊലയാളി അവർക്ക് നേരെ തിരിയാനുള്ള ഒരു സാഹചര്യങ്ങളും കണ്ടുകിട്ടാതെ വന്നാൽ പിന്നെ ആർക്കായാലും താൽപ്പര്യം കുറയില്ലേ? അത് അവരുടെ കാര്യത്തിലും സംഭവിച്ചു. ഉമ്മച്ചനും സോണിയും സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കാര്യത്തിനും വീട് നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കാര്യങ്ങൾക്കും ഒക്കെയായി പലവട്ടം അമ്പലവയലിലെ വീട്ടിൽ പോവുകയും വരികയുമൊക്കെ ചെയ്തതാണ്. അതൊക്കെ നമ്മുടെ നിരീക്ഷകർ അറിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. അപ്പോഴൊക്കെ വളരെ താൽപ്പര്യത്തോടെ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കൊണ്ടതാണ്. അന്നൊന്നും അവർക്ക് ഒരപകടവും സംഭവിച്ചില്ല. അപകടം സംഭവിക്കുന്നത് കരുതിയിരിക്കുമ്പോഴല്ലല്ലോ. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എന്നാലും ആദ്യമാദ്യമുള്ള ശുഷ്കാന്തി കുറെ കഴിയുമ്പോൾ ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ അമ്പലവയലിലേക്കുള്ള പോക്ക് ഒരു സാധാരണ സംഭവമായി അവരും കണക്കാക്കി. അതുകൊണ്ട് ആ പോക്കിനെക്കുറിച്ച് അറിയാൻ അവർക്ക് താൽപ്പര്യം കുറഞ്ഞു. അറിഞ്ഞാൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് നടപടി കൈക്കൊള്ളാനുള്ള താൽപ്പര്യവും കുറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു പുതിയ പദ്ധതിയുടെ ബ്ലൂ പ്രിൻ്റ് സോണി ഉമ്മച്ചൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. അമ്പലവയലിലെ സ്ഥലത്തിനോടനുബന്ധിച്ച് ഒരു ടൂറിസ്റ്റ് റിസോർട്ട് നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണത്. കേരളത്തിന് പുറത്ത് എവിടെയോ ഉള്ള ഒരു കമ്പനിയുമായി ആലോചനയിലാണെന്നാണ് സോണി ഒരു ദിവസം ഉമ്മച്ചനോട് പറഞ്ഞത്. കമ്പനിക്കാരെ പറ്റി സോണിക്ക് നേരിട്ടറിയത്തില്ല. അതുകൊണ്ടാണ് അവരുടെ കൃത്യമായ ലൊക്കേഷനും പറയാൻ കഴിയാത്തത്. അതിൻ്റെ വിജയപരാജയ സാധ്യതകളെക്കുറിച്ച് ഒന്നും തന്നെ ഉമ്മച്ചന് വ്യക്തമായ ധാരണയില്ലാതിരുന്നതുകൊണ്ട് ആദ്യം തന്നെ അയാൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ സോണി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വിട്ടുകൊടുത്താൽ താൻ വാക്ക് പറഞ്ഞിരുന്നതും ഉദ്ദേശിച്ചതുമായ പദ്ധതി നടക്കാതെ പോകും. അത് സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ വിശദമായ ഒരു ക്ലാസ് തന്നെ ഉമ്മച്ചന് കൊടുത്തു. നാടിന് സംഭവിക്കുന്ന വളർച്ചയെക്കുറിച്ചും പുതിയ പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ചും ഒന്നും അപ്പന് അറിയില്ലാത്തതുകൊണ്ടല്ലേ. എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് സമ്മതിക്കുകയുമില്ല. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മാത്രമേ ഇപ്പോഴും അവസരങ്ങളുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ കാലമാണ്. ഞങ്ങൾ കാണുന്നതാണ് അവസരങ്ങൾ. അത് മുഴുവനും വിജയിക്കുമെന്ന് ഞാനും പറയുന്നില്ല. അതിപ്പോൾ നിങ്ങളുടെ കാലത്തും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്നാലും പരാജയ സാധ്യത വളരെ കുറഞ്ഞതാണ് ഞാനിപ്പോൾ പറഞ്ഞ പദ്ധതി. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാൻ ഞാൻ തയ്യാറല്ല. അപ്പൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അതുമായി മുന്നോട്ട് പോകും. അപ്പൻ പണം തന്നാൽ ഞാൻ കടം വാങ്ങില്ല. അല്ലെങ്കിൽ ഞാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സോണിയുടെ പിടിവാശി കുറച്ചധികമാണെന്ന് ഉമ്മച്ചന് ഒരു വേള തോന്നി. പക്ഷേ താനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ഈ പിടിവാശി കൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ കാണുന്ന അത്രയും സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്? അത് മുഴുവനും ഒന്നും ന്യായമായ മാർഗങ്ങളിലൂടെ നേടിയതല്ല എന്ന് ആരുടെ മുൻപിലും സമ്മതിക്കാം. പക്ഷേ
ന്യായമായ മാർഗങ്ങളിലൂടെ പോയ ഏതവനാണ് സമ്പാദിച്ചിരിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ സമ്പാദ്യമുണ്ടാകണമെങ്കിൽ അന്യായമായ മാർഗങ്ങളിലൂടെ പോകണം. ഇപ്പോഴുള്ള പുതിയ അവസരങ്ങളെക്കുറിച്ച് സോണി പറഞ്ഞത് ശരി തന്നെയാണോ ആവോ? തനിക്കറിയില്ല. പക്ഷേ ചെറുപ്പക്കാരൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കുമല്ലോ. താൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മുഴുവൻ തനിക്ക് അനുഭവിക്കാൻ വേണ്ടി അല്ലല്ലോ. അത് കളയാതിരുന്നാൽ അവന് തന്നെ കൊള്ളാം, കളഞ്ഞാലും അവന് തന്നെ നഷ്ടം. കയ്യിലുള്ള പണത്തിൽ നിന്നും നയാ പൈസ പോലും താൻ ചത്തുകെട്ടുപോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകാൻ കഴിയില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ ഒരുത്തനും കൊണ്ടുപോകാൻ കഴിയാത്തത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇനി ഉണ്ടാകണമെങ്കിൽ അത് സോണിക്കും അവൻ്റെ മക്കൾക്കുമൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ താൻ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ എൻ്റെ അറിവ് വെച്ചല്ലേ സംസാരിക്കാൻ കഴിയൂ. ഞാൻ മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നീ പറഞ്ഞ പദ്ധതിക്ക് വലിയ വിജയസാധ്യതയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അത് അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി. നിനക്കത് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിൻ്റേതായ താല്പര്യവുമായി മുന്നോട്ട് പോകാം. അപ്പനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയുമെന്ന് സോണിക്ക് ഉറപ്പായിരുന്നു. അപ്പൻ്റെ പല ഇടപാടുകൾക്കും ഒപ്പം നിന്നിട്ടുള്ളവനാണല്ലോ താൻ. അതിൽ നല്ലതും അല്ലാത്തതും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സോണി ഒരു പദ്ധതി പറഞ്ഞാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഉമ്മച്ചനും കഴിയില്ല. അതുകൊണ്ട് മാത്രമായിരിക്കുമോ ഉമ്മച്ചൻ സമ്മതിച്ചത്? ചെറിയാച്ചൻ്റെ മകൻ അശ്വിന് ആണ് അതിൻ്റെ നടത്തിപ്പ് ചുമതല നൽകിയിരിക്കുന്നത്. അവൻ തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാരെ ബന്ധപ്പെട്ടത്. അവരെയും കൊണ്ട് അമ്പലവയലിലെ വീട്ടിലേക്ക് വരുന്നതും അവൻ തന്നെ. അവൻ്റെ അപ്പൻ കൊല്ലപ്പെട്ടതിന് ശേഷം അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതും ഉമ്മച്ചൻ തന്നെയാണ്. അതുകൊണ്ട് അവന് ഈ കുടുംബത്തിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ് അവൻ കൊണ്ടുവന്ന പദ്ധതിയെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ സോണിയാണെങ്കിലും സമ്മതം മൂളിയത്. പദ്ധതി വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യം തീർച്ചയാണ്. നാടിൻ്റെ മാറ്റത്തിന് ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. സോണിക്ക് വ്യക്തിപരമായും താല്പര്യമുള്ള പദ്ധതിയാണ് അത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടൂറിസം അതിവേഗം വികസിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. അതിലേക്കൊരു ചുവടുവയ്പ് എപ്പോഴും നല്ലതാണ്. അപ്പൻ സമ്മതിച്ച വിവരം സോണി അശ്വിനെ വിളിച്ചു പറഞ്ഞു. അവർ വരുന്ന ദിവസം അവൻ ഇങ്ങോട്ടും പറഞ്ഞു. അവൻ അവരോടൊപ്പമായിരിക്കും വരിക എന്നും സോണിയും ഉമ്മച്ചനും കൂടി അമ്പലവയലിൽ എത്തിയാൽ മതിയെന്നും അവൻ പറഞ്ഞു. അവരവിടെ വരുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കുമെന്നും രാത്രി അവിടെ കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താം എന്നുമാണ് അശ്വിൻ പറഞ്ഞത്. സോണി അപ്പോഴേക്കും അപ്പനെയും കൂട്ടി അങ്ങോട്ടെത്തിക്കോളാം എന്ന് അപ്പോൾ തന്നെ വാക്കുകൊടുത്തു. വരുമെന്ന് പറഞ്ഞ ആളുകളിൽ അശ്വിനെ മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. ഉമ്മച്ചനും സോണിക്കുമാണെങ്കിൽ ശത്രുക്കൾ ധാരാളമുണ്ട് താനും. വരുന്നത് ശത്രുക്കളായിരിക്കുമോ? ഈ ഭാഗം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. പുതിയ പദ്ധതിയുടെ പിന്നിൽ വല്ല അപകടവുമുണ്ടോ? കാത്തിരിക്കാം അല്ലേ അടുത്ത ഭാഗത്തിനായി. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ ഒരു സഹായമാകുമായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സഹായം തന്നെ. അടുത്ത ഭാഗം മറ്റന്നാൾ ഇതേ സമയം. നന്ദി. നമുക്ക് വീണ്ടും കാണാം.